അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹണിമൂൺ ട്രിപ്പിനായിട്ട് ശ്രുതിയും അശ്വിനും പ്രീതിയും ആകാശും പിന്നെ അഞ്ജലിയും ശ്യാമും കൂടെ പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അഞ്ജലിയെ ഇല്ലാതാക്കണമെന്നാണ് ശ്യാം തീരുമാനിക്കുന്നത്. ആർക്കും സംശയമില്ലാത്ത രീതിയിൽ അഞ്ജലിയെ കൊല്ലണം, അതാണ് ശ്യാമിന്റെ പ്ലാൻ. എന്നാ അത് മാത്രമല്ല ശ്യാം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ശ്രുതിയെ തട്ടിക്കൊണ്ടു പോവാം, സ്നേഹം ബലമായി പിടിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ശ്യാം ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ഗുണ്ടകളെയും ഏൽപ്പിക്കുന്നു. പിറ്റേ ദിവസം വാട്ടർഫാൾസിലോട്ട് എല്ലാവരും കൂടെ പോകുന്നു. അങ്ങനെ വെള്ളം കാണുന്ന ശ്രുതിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. ശ്രുതിയുടെ സന്തോഷം കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് വേണമെങ്കിൽ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോ. ചേച്ചി ഈ വെള്ളം ചാടുന്നത് കാണുമ്പോൾ അതിലിറങ്ങി കുളിക്കാൻ തന്നെയാ എനിക്ക് തോന്നുന്നേ. ഇറങ്ങ്. എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ ഈ സമയത്ത് ഇറങ്ങിയാലേ എനിക്ക് വല്ല ജലദോഷവും പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല, നീ ഇറങ്ങിക്കോ. പ്രീതി നീയും വേണേ പൊക്കോ. ഞാനില്ല ചേച്ചി. ശ്രുതി നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങ്, തനിയെ പോണ്ട. അശ്വിൻ സാറിനെ കൂടെ കൂട്ട് എന്നാ പ്രീതി പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രുതി അശ്വിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അശ്വിൻ സാറേ ഞാനൊന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോട്ടെ, എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അശ്വിൻ സമ്മതിക്കുന്നുണ്ട്. വെള്ളത്തിലോട്ട് ഇറങ്ങാ. ഇത് കണ്ട് ശ്യാമിന് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ശ്രുതിയും അശ്വിനും അങ്ങനെ വെള്ളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ചൊക്കെ ഇങ്ങനെ സന്തോഷിക്ക. ഇത് കാണുന്ന ശ്യാമിന് സഹിക്കാനാവാതെ നോക്കുന്നുണ്ട്. പ്രീതിയാണെങ്കില് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അശ്വിനും ശ്രുതിയും ഒന്നിച്ച് ഒന്ന് സംസാരിച്ചാലോ, കുറച്ചു നേരം ഇടപഴകിയാലോ ഒക്കെ ശ്യാമിന് വല്ലാത്തൊരു ഇറിറ്റേഷനാ. അത് പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട്. അഞ്ജലി ആണെങ്കില് ശ്രുതിയെയും അശ്വിനെയും നോക്കി ചിരിക്കുന്നൊക്കെ ചെയ്യാം. അഞ്ജലി ശ്യാമിന്റെ മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല. അങ്ങനെ കുറെ നേരം കഴിയുമ്പോ അഞ്ജലി തന്നെ വിളിക്കുന്നുണ്ട്, മതി ഇനി കയറിക്കോ, ജലദോഷം വല്ലതും വരും, ഇങ്ങ് വാ ശ്രുതി. മതി ചേച്ചി, ഒരു 5 മിനിറ്റ്, ഇതൊന്ന് കേറാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് രസാ. ശ്യാമിന്റെ നോട്ടം കണ്ടാല് ആരും ഒന്ന് പേടിക്കും, ആ രീതിയിലാ തുറിച്ചിങ്ങനെ നോക്കുന്നത്. ഇതൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അശ്വിനിടയ്ക്ക് ശ്യാമിന്റെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അശ്വിനും ശ്രുതിയും വെള്ളത്തിൽ നിന്ന് കയറുക. ആകെ നനഞ്ഞിരിക്കുമായിരിക്കും ശ്രുതി. ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരുമാതിരി നോട്ടമായിരിക്കും ശ്യാം ഇങ്ങനെ നോക്കുന്നേ. ഇത് പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട്. ദേ ശ്രുതി, നീ നനഞ്ഞിരിക്കുന്ന കാണുന്നില്ലേ, നീ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ആ ചേച്ചി ഞാനിത് മാറ്റിയിട്ട് വരാം എന്നും പറഞ്ഞ് ശ്രുതി ആദ്യം പോകുന്നു. പിന്നീട് അശ്വിനും പറയുന്നുണ്ട്, ചേച്ചി ഞാനും ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അങ്ങനെ അശ്വിനും പുറകെ പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവിടുത്തെ ബാത്റൂമിലോട്ടാണ് പോകുന്നത്. എന്നാ അശ്വിൻ നേരെ റൂമിലോട്ടും. അങ്ങനെ ഗുണ്ടകൾക്ക് വിളിക്കുന്നുണ്ട് ശ്യാം, ഇതേ തക്ക സമയാ, ഞാൻ ഫോട്ടോ കാണിച്ചു തന്നില്ലേ, ആ പെൺകുട്ടിയാ. ഇപ്പൊ അവള് ബാത്റൂമിലോട്ട് വന്നു കാണും. ഈ സമയത്ത് അവളെ എവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കുറെ നേരം പ്രീതിയും ആകാശും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടായിരിക്കില്ല ശ്രുതിയെ. നോക്കാനായിട്ട് പ്രീതി പോവാൻ നേരത്ത് അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ സാറേ ശ്രുതി വന്നില്ലല്ലോ. ശ്രുതിയോ? ശ്രുതി ഇങ്ങോട്ട് എത്തിയില്ലേ? അവള് റൂമിലില്ലല്ലോ. ഞാൻ കരുതി അവൾ ഇങ്ങോട്ട് വന്നു കാണുമെന്ന്. അവള് ചിലപ്പോ എന്റെ റൂമിലായിരിക്കും പോയിരിക്കുക, ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് പ്രീതി അവിടെ നിന്ന് പോകുന്നു. അവിടെയൊന്നും ശ്രുതി ഉണ്ടായിരിക്കില്ല. അശ്വിൻ സാറേ ശ്രുതിയെ കാണുന്നില്ല. ആകാശേ ശ്രുതി എങ്ങോട്ട് പോയെന്ന് അറിയില്ല, എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ശ്യാമാണെങ്കില് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലും അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ടനും കൂടെ പോയി ഒന്ന് അന്വേഷിക്ക്, ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും, വേഗം പോ. അങ്ങനെ ശ്യാമിനെയും പറഞ്ഞു വിടുന്നു. എല്ലായിടത്തും ശ്രുതിയെ വിളിച്ച് നടക്കുന്നുണ്ട്. എവിടെയും ശ്രുതി ഉണ്ടായിരിക്കില്ല. ശ്രുതി ഒരു 3-4 ഗുണ്ടകൾ ചേർന്ന് വായൊക്കെ പൊത്തി വലിച്ചഴച്ചു കൊണ്ടുപോവാണ് കാടിനുള്ളിലേക്ക്. റിസോർട്ടിൽ എവിടെയും ശ്രുതി ഉണ്ടായിരിക്കില്ല. കാര്യങ്ങളെല്ലാം അഞ്ജലിയോടും പ്രീതിയോടും പറയാനായിട്ട് ആകാശും അശ്വിനും വരുന്നുണ്ട്. ചേച്ചി ഇവിടെയൊന്നും കാണുന്നില്ല, ശരിക്കും ശ്രുതി എങ്ങോട്ടാ പോയിരിക്കുക? അവളിനി എനിക്ക് പേടിയാവുന്നുണ്ട് കുഞ്ഞാ, നീ വേഗം പോയി പോലീസിൽ വിവരം അറിയിക്ക്. ആദ്യം ഇവിടെ ഒന്ന് തിരയട്ടെ ചേച്ചി, എന്നിട്ട് പോരെ. ഇവിടെ തൊട്ടപ്പുറത്ത് കാടാണെന്നാ പറയുന്നേ, ചിലപ്പോ അവൾ അങ്ങോട്ടെങ്ങാനും കയറി കാണോ. ഞങ്ങളൊന്ന് അവിടെ പോയി അന്വേഷിക്കട്ടെ. വേണ്ട, ഞാനും വരാം. ചേച്ചി ചേച്ചി ഇവിടെ തന്നെ നിൽക്ക്. ചേച്ചി ഇപ്പോൾ കാടൊന്നും കയറണ്ട. ചേച്ചി റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്ക്. ഞങ്ങള് ശ്രുതിയെ കണ്ടുപിടിച്ച് വേഗം അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് പ്രീതിയും കൂടെ പോകുന്നുണ്ട്. ശ്യാമേട്ടൻ കൂടെ പൊക്കോ. വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി, അഞ്ജൽ ചേച്ചിയുടെ കൂടെ എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൂടെ പ്രീതിയും ആകാശവും ഉണ്ടായിരിക്കും. കാട്ടിലെല്ലാം വിളിച്ച് നടക്കുന്നുണ്ട്. ആ കാടാണെങ്കില് ഒരു കെണി ഒരുക്കിയ കാടായിരിക്കും. അതിലൂടെ വരുന്ന ആളുകളോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട്,
നിങ്ങളെന്താ ഈ നേരത്ത് ഈ കാടിനുള്ളില്? പരിചയമില്ലാത്തവര് ഈ നേരത്തൊന്നും ഈ കാടിനുള്ളിൽ വരാറില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിനുള്ളിൽ പെട്ടാലേ പിന്നെ തിരിച്ചു കിട്ടില്ല. എത്രയോ പേര് ഈ കാടിനുള്ളിൽ പെട്ട് പിന്നീട് പൊടി പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഇത് കേട്ട് പ്രീതി പൊട്ടിക്കരയുന്നുണ്ട്. അശ്വിൻ, എനിക്ക് പേടിയാവുന്നുണ്ട്. ശ്രുതിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ? പ്രീതി, നീ സങ്കടപ്പെടാതിരിക്കുക. ആകാശേ, നീ പ്രീതിയെ കൊണ്ട് റിസോർട്ടിലോട്ട് പൊക്കോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ശ്രുതിയെ കണ്ടുപിടിക്കാതെ ഞാൻ എങ്ങോട്ടും വരില്ല. അങ്ങനെ പ്രീതിയും ആകാശം ഒരു ഭാഗത്തും അശ്വിൻ വേറെ ഭാഗത്തും തിരയുന്നുണ്ട്. എല്ലായിടത്തും വിളിച്ച് അന്വേഷിക്കുന്നു. ഒരിടത്തും ശ്രുതിയെ കാണുന്നുണ്ടായിരിക്കില്ല. പിന്നീടായിട്ട് കാണിക്കുന്നത് ഗുണ്ടകളെല്ലാം ചേർന്ന് ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിനുള്ളില് ശ്രുതിയെ കെട്ടിയിടുന്നതാ. വായും കൈയും കാലും ഒക്കെ കെട്ടിപ്പൂട്ടി ഒരു മരത്തടിയില് കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. ശ്രുതിക്ക് ഒന്ന് ഉറക്കെ ബഹളം വെക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല. ഗുണ്ടകൾ 4 പേരും ചേർന്ന് പുറത്തിരുന്ന് മദ്യപിക്കുന്നുണ്ട്. എന്നാ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, ദേ, മദ്യപിച്ച് ലെഗ് കെട്ട് കിടക്കാൻ പറ്റില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യണം. കുറച്ചു നേരം കഴിഞ്ഞാല് ബോസ് ഇങ്ങോട്ട് വരും. അപ്പോ ഇവളെ കൈമാറാനുള്ളതാ. ആരും ബോധം മറിഞ്ഞു കുടിക്കരുത്. അപ്പോഴായിരിക്കും കൂടെയുള്ള ഒരുത്തം പറയുന്നത്, അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ വെള്ളവുമായിട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതിയുടെ അടുത്തോട്ട് ഒരുമാതിരി നോട്ടമായിട്ട് ഇങ്ങനെ ചെല്ലുവാണ്. ഇത് കാണുന്ന ശ്രുതി തുറച്ചു നോക്കുന്നുണ്ട്. ശ്രുതിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുള്ള വക്കിലായിരിക്കും. അപ്പോഴേക്കും വേറൊരാൾ വന്ന് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങ് പോര്. അങ്ങനെ വീണ്ടും വായ കെട്ടിവെക്കുന്നുണ്ട്. എടാ, നീ മറന്നോ നമ്മളെടുത്ത് ബോസ് പറഞ്ഞത്? ഇതേ ബോസിന്റെ പെണ്ണാണെന്നാ പറഞ്ഞത്. എന്തെങ്കിലും സംഭവിച്ചാല് ഉറപ്പായിട്ടും നിന്നെ വെറുതെ വിടില്ല. അയാളെക്കുറിച്ച് നിനക്ക് അറിയുന്നല്ലേ. ഇത് നമുക്ക് ആദ്യത്തെ കൊട്ടേഷനൊന്നും അല്ല. സൂക്ഷിച്ചും കണ്ടിട്ടും മതി ആ പെണ്ണിനോട് പെരുമാറുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പുറത്തിരുന്ന് എല്ലാവരും കുടിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കും. എന്റെ അശ്വിൻ സാറേ, ഒന്ന് വന്ന് എന്നെ രക്ഷിക്ക്. ഞാനെന്തിനാ വിളിക്കുന്നേ? അയാളൊന്നും എന്നെ വന്ന് രക്ഷിക്കാനൊന്നും പോകുന്നില്ല. എന്നോട് വലിയ വെറുപ്പല്ലേ. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ അത്രയും സന്തോഷം. അല്ലാതെ അയാൾ എന്നെ രക്ഷിക്കാനൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് അശ്വിൻ എല്ലായിടത്തും തിരയ കാടിനുള്ളില്. അങ്ങനെ ഇരുട്ടി തുടങ്ങുന്നുണ്ട്. ആകാശിന്റെ അടുത്തും പ്രീതിയുടെ അടുത്തും പറയുന്നുണ്ട്, ആകാശേ പ്ലീസ്, പ്രീതിയെ കൊണ്ട് നീ റിസോർട്ടിലോട്ട് പോ. അവിടെ അഞ്ജലി ചേച്ചി തനിച്ച. ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ചേച്ചി ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കും. ചേച്ചിയുടെ അവസ്ഥ അറിയുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾ റിസോർട്ടിലോട്ട് പൊക്കോ. ഞാൻ ശ്രുതിയെ കണ്ടെത്തി വന്നോളാം എന്ന് പറയുന്നു. അഞ്ജലിയെ ഓർത്ത് ആകാശ് റിസോർട്ടിലോട്ട് പ്രീതിയെ കൂട്ടി പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഉൾക്കാട്ടിലോട്ട് പോവാ. ഇരുട്ടി തുടങ്ങുന്നുണ്ട്. എന്നാലും ലക്ഷ്യം ശ്രുതിയെ കണ്ടെത്തുക എന്ന് മാത്രമായിരിക്കും. എല്ലായിടത്തും പോയി വിളിച്ചാർക്കുന്നു. ഒരു മനുഷ്യ കുഞ്ഞു പോലും കാടിനുള്ളിൽ ഉണ്ടായിരിക്കില്ല. അതിനുള്ളിൽ ഒരമ്പലം ഉണ്ടായിരിക്കും, ഒരു പ്രതിഷ്ഠ പോലെ. അവിടെ വെച്ച് അശ്വിൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ കൈകൂപ്പി നിന്നിട്ടില്ല. ഇത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ശ്രുതിയെ കണ്ടെത്തി തരണം. നിങ്ങൾ തന്നെ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടാ. അവളെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടെത്താൻ സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോഴായിരിക്കും ഒരു കമ്പില് ശ്രുതിയുടെ ചുരിദാറിന്റെ ഒരു കഷ്ണം കുടുങ്ങിക്കിടക്കുന്നത്. ഇത് കാണുന്ന അശ്വിൻ അതെടുത്ത് നോക്കുന്നുണ്ട്. ഇതെന്ന് ശ്രുതി ഇട്ടിരുന്ന ചുരിദാറല്ലേ? ആ സമയത്ത് വെള്ളത്തില് കുളിച്ചതും എല്ലാം ഓർക്കുന്നുണ്ട്. അതെ, ഇത് ശ്രുതിയുടെ ചുരിദാറിന്റെ കഷ്ണം തന്നെയാ. അപ്പോ അവൾ ഈ വഴിക്ക് തന്നെയാ പോയിരിക്കുന്നേ. അങ്ങനെ കയ്യിലിരിക്കുന്ന ആ ചെറിയ തുണിക്കഷ്ണം അങ്ങ് പാറുന്നുണ്ട്. പാറി അതിനൊപ്പം അശ്വിനും നടന്നു പോവാ. ദൈവം തന്നെ അവൾ എവിടെയാണോ ഉള്ളത് അവിടേക്കുള്ള വഴി കാണിച്ചു തരാണ്. അവിടെ ഒരു ഒഴിഞ്ഞ ബിൽഡിങ് അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങോട്ട് വേഗം തന്നെ കയറുന്നുണ്ട്. കയറാൻ നേരത്ത് പുറത്ത് കുടിച്ച് ലെക്ക് കെട്ട് ഗുണ്ടകളെല്ലാം കിടക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ അശ്വിൻ പതിയെ ഉള്ളിലോട്ട് കയറുന്നു. എല്ലായിടത്തും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു റൂമില് ശ്രുതിയെ കെട്ടിയിട്ടതായിട്ട് അശ്വിൻ കാണുന്നു. വേഗം തന്നെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അശ്വിനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ശ്രുതിക്ക്. ഒരിക്കലും അശ്വിൻ രക്ഷിക്കാൻ വരില്ല എന്നാണ് ശ്രുതി കരുതിയത്. എന്നാൽ ജീവൻ കൊടുത്തും ശ്രുതിയെ രക്ഷിക്കുമെന്നാണ് അശ്വിന്റെ തീരുമാനം. അങ്ങനെ വേഗം തന്നെ കെട്ടെല്ലാം അഴിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 മിനിറ്റ് നേരം നോക്കി നിൽക്കുന്നുണ്ട്. വാ, നീ എഴുന്നേക്ക്, അവന്മാരവിടെ കുടിച്ചു കിടക്കുക. അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അവിടെ കിടക്കുന്ന ഒരു ലൈറ്റർ അപ്പം തന്നെ ശ്രുതി കയ്യിലെടുക്കുന്നുണ്ട്. ആ ഗുണ്ടകളുടെ ലൈറ്റർ ആയിരിക്കും അത്. അങ്ങനെ ശ്രുതിയായിട്ട് പുറത്ത് കിടക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കാടിനുള്ളിൽ അകപ്പെടുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിക്ക് വല്ലാത്ത വിശപ്പായിരിക്കും. കാടിനുള്ളിലെ കാട്ടുപഴങ്ങളെല്ലാം പറിച്ച് ശ്രുതിയും അശ്വിനും കഴിക്കുന്നുണ്ട്. അതിനിടയിൽ പഴങ്ങൾ കഴിച്ച് അശ്വിന് തല കറങ്ങുന്നുണ്ട്.
എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാട്ടില് ആനയുടെ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് ശ്രുതി. അന്നത്തെ ദിവസം അവിടെ ഒരു മരത്തിന് താഴെയായിരിക്കും കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ ആ രാത്രി തന്നെ അശ്വിന് ബോധം വരുന്നുണ്ട്. കയ്യില് ഒരു ലൈറ്റർ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിലെ ചുള്ളികളും മറ്റും എടുത്തുകൊണ്ടുവന്ന് തീ കത്തിക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങളൊന്നും അടുത്തോട്ട് വരാത്ത രീതിയിൽ തീയൊക്കെ കത്തിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. വീണ്ടും വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞ് ഒരു നാളികേരവും കുറച്ച് ഫ്രൂട്ട്സും വീണ്ടും പറിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വിശപ്പല്ലേ പ്രധാനം. നാളികേരം എല്ലാം വലിച്ച് തോടെല്ലാം കളഞ്ഞ് അതിനുശേഷം അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ വല്ലാത്ത വെള്ളത്തിന്റെ ദാഹമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. ഒരു മാർഗവും രണ്ടുപേർക്കും ഉണ്ടാവില്ല. അന്നത്തെ രാത്രി അങ്ങ് കഴിച്ചു കൂട്ടുന്നുണ്ട്. പിന്നീട് അശ്വിന് വെള്ളം ദാഹം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്രുതിക്കും അതുപോലെ തന്നെ ആയിരിക്കും. ശ്രുതി ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മുള വെട്ടിക്കൊണ്ടുപോയതില് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അതെടുത്തിട്ടാണ് അവർ കുടിക്കുന്നത്. അങ്ങനെ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഉണ്ടായിരിക്കില്ല. കാട്ടിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. പ്രീതിയോ ആകാശോ ആണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് മിസ്സിംഗ് കേസുകൾ ദിവസവും വരാറുണ്ട്. കാടിനുള്ളിൽ അകപ്പെട്ട ഒരിക്കലും അവരെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സർ, അങ്ങനെ പറയല്ലേ. എന്തായാലും നിങ്ങളുടെ സമാധാനത്തിന് നമുക്ക് ഉൾക്കാട്ടിലോട്ടൊന്ന് പോയി നോക്കാം എന്നും പറഞ്ഞ് പ്രീതിയും ആകാശും പോലീസുകാരെ കൂട്ടി ഉള്ളിലോട്ട് വരുന്നു. അപ്പോഴായിരിക്കും ശ്യാമിന്റെ ഗുണ്ടകള് ശ്രുതിയെ തെരഞ്ഞു വരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ഒരു ചതുപ്പിലോട്ട് ശ്രുതി വീഴുന്നു. കഴുത്ത് വരെയും ചളി കൊണ്ട് മൂടുന്നുണ്ട്. ആ സമയത്ത് തെരഞ്ഞുകൊണ്ട് ശ്യാമു അങ്ങോട്ട് വരാ. ശ്രുതിയെ രക്ഷിക്കാനായിട്ട് പല രീതിക്കും ശ്രമിക്കുന്നുണ്ട്. ശ്യാമിനെ ഒന്ന് കൈ കൊടുക്കാനോ ശ്യാം ഇട്ടുകൊടുക്കുന്ന വടിയിൽ പിടിക്കാനോ ഒന്നും തന്നെ ശ്രുതി ശ്രമിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. മരണത്തോട് മല്ലിടുമ്പോഴും ശ്രുതി അശ്വിനെ വിളിച്ചായിരിക്കും കരയുന്നുണ്ടായിരിക്കുക. അങ്ങനെ അശ്വിൻ അത് കേട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ആകാശും പോലീസുകാരും ഒക്കെ രക്ഷിക്കാനായിട്ട് വരുന്നു. അശ്വിൻ ശ്രുതിയെ വലിച്ചു കെട്ടുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് രണ്ടുപേരും. പോലീസുകാരെല്ലാം ചേർന്ന് പെട്ടെന്ന് തന്നെ കാട്ടിൽ നിന്ന് രണ്ടുപേരെയും പുറത്തു കടത്തുന്നു. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.